ഒറ്റ മാസം കൊണ്ട് രാഷ്ട്രീയം അമ്പേ മാറി. ഏറ്റവും ആദ്യമേ മുങ്ങുന്ന കപ്പലിൽ നിന്ന് അപ്പുറയിലേക്ക് ചാടുന്നവർക്ക് അവിടെ സേഫ് സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്ന നമ്മളൊരു രാഷ്ട്രീയത്തിൽ പറയുന്നൊരു പദവിയില്ല. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിൽ എത്തിയവരെ മന്ത്രിയായി കഴിഞ്ഞാൽ ഇനി വരാൻ മോഹിക്കുന്നവർക്ക് ഒരു മികച്ച ഓഫർ വാഗ്ദാനം കൂടെ. അപ്പം മമത ഏത് കാറിലും കോളിലും പിടിച്ചു നിന്നൊരു പാർട്ടിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി മാറി നിൽക്കണമെന്നും മമതയെ പ്രധാനമന്ത്രി ഫേസായിട്ട് ഉയർത്തി കാണിക്കണമെന്ന് വരെ ആവശ്യം ഉയർന്ന ഘട്ടത്തിലാണ് ഈ ഡൗൺഫോൾ. സ്വന്തം പാർട്ടി കൈവിട്ട് പോവുകയും വലിയൊരു തിരിച്ചടിയും കൂട്ടത്തിൽ നിന്നവരെല്ലാം കൈയൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. BJPക്ക് ഒപ്പം ചേരുക എന്ന് പറയുന്നത് DMKയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. പല പാർട്ടി ഓഫീസുകളും എന്താ പറയുക നിന്ന നിപ്പിൽ തൃണമൂൽ ഓഫീസുകളായി മാറുക, അല്ലെങ്കിൽ മുഴുവൻ പിടിച്ചെടുക്കുക. ആ രീതിയിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ്. BJP ആഗ്രഹിക്കുന്ന പദ്ധതികൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ്, തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള DMKയുടെ ഒരു അകൽച്ച, ഇങ്ങനെ തുടങ്ങി സമീപകാലത്ത് ഇന്ത്യയിലൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം BJPക്ക് അനുകൂലമായിട്ട് മാറുകയാണോ? അവർ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാനുള്ള ഒരു ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷത്തിലേക്കൊക്കെ BJPക്ക് അടുക്കാൻ പറ്റുമോ? അതിപ്പം ജിതേഷ് പറഞ്ഞിട്ട് തന്നെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് ഇപ്പം 3-ാം ടൈം. അതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നതിൻ്റെ റെക്കോർഡ് നെഹ്റുവിനെ മറികടന്ന് നേടിയ ദിവസം കൂടിയാണ്. അപ്പോൾ ഈ 3 ടൈം മോദി സർക്കാരിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 12 വർഷത്തിന് ശേഷം ഇടയിൽ ആദ്യമായിട്ടാണ് നമുക്കറിയാം മോദി സർക്കാരിന് ലോക്സഭയിൽ ഒരു തിരിച്ചടി നേരുന്നു. കാരണം അതുവരെ കഴിഞ്ഞ ആദ്യത്തെ 2 ടൈമിലും കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കുണ്ടായിരുന്നു. 3-ാം ടൈമിൽ വന്നപ്പോൾ അതില്ലായിരുന്നു. എങ്കിലും JDUവും തെലുങ്ക് ദേശം അടങ്ങുന്ന 2 പ്രബല ഘടകകക്ഷികളെ കിട്ടി ഈസിയായിട്ട് ഭരിക്കാമെന്ന് സാധിക്കും. പക്ഷേ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ വനിതാ സംവരണ ബില്ല് നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുകയും അത് പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തു. അത് BJPയെ സംബന്ധിച്ചും പ്രധാനമന്ത്രി ആയാലും അമിത്ഷായ്ക്ക് ആയാലും അവരുടെ ഈ 12 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് വേണേൽ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ സ്കോർ ചെയ്ത് ആദ്യമായി പ്രതിപക്ഷം ഭരണപക്ഷത്തെ മുട്ടുകുത്തിച്ചു എന്നൊരു അഡ്വാൻറ്റേജ് നേടി സ്കോർ ചെയ്ത് നടത്തുന്നത് ഒറ്റ മാസം കൊണ്ട് രാഷ്ട്രീയം അമ്പേ മാറി. ഇപ്പോൾ ജിതേഷ് പറഞ്ഞ പോലെ മമതയുടെ ഒരു വീഴ്ചയെന്നോ ബംഗാളിൽ ഇങ്ങനൊരു ഫലം വരുമെന്നോ അതിനിങ്ങനൊരു തുടർചലനങ്ങളുണ്ടാവുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മൾ ഒന്നും കൂടെ കൂട്ടിയാൽ 2 ആവണമെന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് എവിടെയുണ്ടോ നാളെ എവിടെയാണെന്ന് പോലും അറിയാൻ മേലാത്ത BJP പ്രതിപക്ഷമാണെങ്കിൽ അവരുടെ വലിയ കരുത്ത് കാട്ടിയിരുന്ന ഒരു സമയമായിരുന്നു. അവരെ ഐക്യത്തോടെയൊക്കെ ആയിട്ട് അത് ഒറ്റയടിക്ക് മാറിയ ഒരു രീതിയാണ്. അതിലേറ്റവും കൗതുകരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യം രണ്ടാമത് രൂപീകരിക്കപ്പെടുകയും, അതായത് 2ാമത്തെ മോദി സർക്കാരിൻ്റെ അവസാന കാലമായപ്പോൾ തന്നെ ഇന്ത്യ സഖ്യം ഫോം ചെയ്ത് വരികയും അതിന് ഇന്ത്യ സഖ്യം എന്നുള്ള പേര് പോലും ഇട്ടതിൽ മമതാ ബാനർജി ആയിരുന്നു ആ പേര് പോലും മുന്നോട്ട് വെച്ച്. അങ്ങനെ ഒരു ചേരിയുടെ ഒരു നേതാവായി ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മാറി നിൽക്കണമെന്നും മമതയെ പ്രധാനമന്ത്രി ഫേസായിട്ട് ഉയർത്തി കാണിക്കണമെന്ന് വരെ ആവശ്യം ഉയർന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ ഡൗൺഫോൾ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി 15 വർഷം അധികാരത്തിൽ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് സ്വന്തം താനുണ്ടാക്കിയ പാർട്ടിയും നഷ്ടപ്പെട്ട് അവരുടെ എന്താ പറയുക, അവർക്ക് എന്താണ് ഓരോ ദിവസം സംഭവിക്കുന്നത് പോലും അവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഒരു വറ്റത്ത് രാജ്യസഭയിൽ നിന്നുള്ള രാജികൾ, മറുവശത്ത് ലോക്സഭയിൽ നിന്നുള്ള രാജികൾ, ആരെ എത്ര വിശ്വസ്തരായിട്ട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കൈവിട്ട് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. ലോക്സഭയിൽ ഇനിയിപ്പോൾ ഈ 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് വരികയാണെങ്കിൽ ആ ഒരു സംഖ്യയൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉള്ളത് BJPക്ക് ആകെ 240 NDA എല്ലാവരും കൂടി ചേർത്താലും 293 വരെ ആവുള്ളൂ. 3/2 ഭൂരിപക്ഷത്തിലേക്കാണെങ്കിൽ 362 പേരുടെ പിന്തുണ വേണം. അതിലേക്ക് എത്താൻ എങ്ങനെയായിരിക്കും അവരുടെ ഒരു അതായത് നമ്മൾ അന്ന് ഈ ലോക്സഭയിൽ ഈ ബില്ല് പരാജയപ്പെട്ട ദിവസം പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളിത് ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, അതിനുള്ള സമയം കാത്തിരുന്ന് അത് ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 1 മാസം അല്ല 2 മാസം തികഞ്ഞില്ല, അതിനോടേക്ക് നോക്കി രാഷ്ട്രീയം നോക്കി ആകെ ദോഷം സംഭവിച്ച മുഴുവൻ പ്രതിപക്ഷത്താണ്. ഒരു പാർട്ടി ഇപ്പം മമതയുടെ ഒരു തിരിച്ചടി, അതിനെ തുടർന്ന് 28 MPമാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഔദ്യോഗികമായിട്ടിപ്പം 20 MPമാർ BJP ചേരാമെന്നും അല്ല ഒരു പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട്. എനിവേ അവിടെ ഒരു സ്പ്ലിറ്റ് ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും 28 MPമാർ ഒന്നിച്ച് കൂടെ ഉണ്ടാവില്ല എന്ന് മമത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഋതുപ്രതാപ് ബാനർജി അടങ്ങുന്ന ഒരു വിഭാഗം അതിൽ 3 പേരെ ആദ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവരുടെ അഭിഷേക് ബാനർജി അംഗീകരിക്കില്ല എന്ന് പറയുന്നിടത്തും തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു പിളർപ്പ് നിയമസഭ MLAമാരുടെ കാര്യത്തിൽ അത് ലോക്സഭയിലുണ്ട്. ലോക്സഭയിൽ ഇപ്പം 28 MPമാരിൽ 20 പേര് 19 പേര്
മറുപക്ഷം പോയി കഴിഞ്ഞാൽ ഈ അയോഗ്യതാ ഭീഷണി ഒഴിവായി കിട്ടും. അതാണ് ആ ഫിഗറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ 20 എം പിമാർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJP ചേർന്ന് വെക്കുക, അല്ലെങ്കിൽ NDAയുടെ ഒരു പാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ 293 313 അംഗബലമായി. അപ്പോഴും ജിതേഷ് പറഞ്ഞ് 362 എന്ന് പറയുന്ന 2 ഭൂരിപക്ഷം ഈ ഭരണഘടനാ ഭേദഗതികൾക്കൊക്കെ ആവശ്യമായ സംഖ്യയിലേക്ക് എത്തല അത്ര എളുപ്പം. അതിൽ രണ്ടാമതൊരു ഘടകകക്ഷി ഇതിനിടയ്ക്ക് ഉണ്ടായ സംഭവവികാസം എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി ഇത്രയും കാലം പ്രതിപക്ഷത്തിരുന്നപ്പോഴും കോൺഗ്രസിനൊപ്പം കഴിഞ്ഞ് 25 വർഷമായിട്ട് ഉറച്ചു നിന്നൊരു ഘടകകക്ഷിയായിരുന്നു DMK. ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ മമത അവിടെ വീഴുന്ന പോലെ തന്നെ സ്റ്റാലിൻ്റെ വീഴ്ച കണ്ടു, ഒന്നും നോക്കിയില്ല, വീണ് കിട്ടിയ അവസരം എന്ന നിലയ്ക്ക് ഇന്നലെ ഉണ്ടായ ഒരു കക്ഷിയായ TVKയുടെ വിജയയുടെ മുഖ്യമന്ത്രിയാകാനായിട്ട് കുറച്ച് അംഗങ്ങളുടെ കുറവ് വരുന്നു, കോൺഗ്രസ് പെട്ടെന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ എന്തുവേണ്ടി ഒപ്പം ഒരു 25 വർഷം നിന്ന കക്ഷി അവരോടൊന്നും ആലോചിക്കാതെ പോലും എന്താ പറയുക മറുകണ്ഠം ചാടിയതിലുള്ള ഒരു അനിഷ്ടം DMKയ്ക്കുണ്ട്. കാരണം DMK ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞൊരു തീരുമാനം. കോൺഗ്രസ് അങ്ങനെ നിന്നതിപ്പി കാലിമാറുമോ എന്ന് വെച്ചാൽ BJPയിലേക്ക് ആളുകൾ പോകുമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന സമയത്താണ് കോൺഗ്രസ് DMK പാതി വഴി കഴിഞ്ഞു. DMKയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഞങ്ങൾ കോൺഗ്രസിനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞു, ഇനി കോൺഗ്രസുമായിട്ട് ഒരു സഖ്യത്തിനോ ഒരുമിച്ചൊരു സിറ്റിങ്ങോ പോലും ഇല്ലാന്ന്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിൽ 23 പാർട്ടികളിൽ പങ്കെടുത്തപ്പം DMK അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രധാന അടിത്തറയായിരുന്നൊരു പാർട്ടിയാണ്. DMKയ്ക്ക് കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും MLAമാരുടെ മാത്രമല്ല, 22 MPമാരുണ്ട് ലോക്സഭയിൽ. ഇപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇനി ഈ പറഞ്ഞ പോലെ ഭരണഘടനാ ഭേദഗതി ഒരു ബില്ല് വീണ്ടും BJP കൊണ്ടുവരിക എന്നിരിക്കുക. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണ്ട, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കണ്ട എന്ന് DMK തീരുമാനിക്കുക. ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്നുള്ള നിലയ്ക്ക് BJP പിന്തുണയ്ക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? കാരണം BJPക്ക് ഒപ്പം ചേരുക എന്ന് പറയുന്നത് DMKയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അവരത് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം NDA പക്ഷത്ത് DMK പോകാനുള്ള സാധ്യത പുറത്തുനിന്നാണെങ്കിൽ അവരെ പിന്തുണ വരുമ്പോൾ 335 പേരുടെ പിന്തുണ, അപ്പോഴും 335ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര പോയാലും 27 പേരുടെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ശിവസേനയുടെ 313 20 333 335 എന്നാലും ഏകദേശം വേണം ഒരു 27 പേരുടെ പിന്തുണയാണ്. അപ്പം പിന്നെയുള്ള പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്ന 9 അംഗങ്ങളുള്ള ഈ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി BJP ആണ്. എപ്പോഴും ഏത് അവസരവും നോക്കിക്കൊണ്ടിരിക്കാം. കാരണം ഒരു സാധ്യത എവിടെയാണ് തെളിയുന്നതെന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഒരു സാധ്യത ഒരു 27 സീറ്റ് അല്ലെ 20 സീറ്റ് താഴേയിലേക്കൊക്കെ വരികയാണെങ്കിൽ ചെറു കക്ഷികൾ എന്താ പറയുക സ്വതന്ത്രർ ഒക്കെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഈ വോട്ടിങ് ലോക്സഭയിൽ ഈ വനിതാ സംവരണ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ 293 ഉള്ള അംഗബലം NDAക്ക്, പക്ഷേ അവർക്ക് 298 വോട്ട് കിട്ടി. അപ്പോൾ തന്നെ 5 വോട്ട് അവർ പ്രതീക്ഷിക്കാതെ തന്നെ കിട്ടി. അപ്പോൾ ചോർച്ച സംഭവിക്കുന്ന മറുവശത്തു നിന്നാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലൊക്കെ ലോക്സഭയിലേക്ക് നാളുകളിൽ അടിയന്തരമായിട്ട് നടന്നില്ലെങ്കിൽ പോലും നാളുകളിൽ BJP ആഗ്രഹിക്കുന്ന ആ പദ്ധതിക്ക് ഒരുക്കലുകൾ ഈ ഭാഗത്തൂടെ എല്ലാം ഒരുങ്ങുന്നുണ്ട് എന്ന് വേണം നമുക്ക്. ചെറു പാർട്ടികളുടെ പിന്തുണയും പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അങ്ങനത്തെ സാഹചര്യം സംഭവിക്കാം. കാരണം 2029 നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് വനിതാ സംവരണം നടപ്പിലാക്കിയതിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം, ഇങ്ങനെ 2 ആവശ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിനോടൊപ്പം തന്നെ മണ്ഡല പുനരേകീകരണം, അത് 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനരേകീകരണം എന്നുള്ളതാണ് BJPയുടെ ഒരു അജണ്ട. ഇതും വനിതാ സംവരണ ബില്ലോട് ഒരുമിച്ച് കൊണ്ടുവന്നപ്പോഴാണ് അന്ന് പ്രതിപക്ഷം എതിർക്കുകയും അത് അന്നും DMK ഏറ്റവും കൂടുതൽ അതിനെ എതിർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനാണ് ആ രീതി നഷ്ടം ഉണ്ടാകുക മണ്ഡല പുനരേകീകരണം. കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ജനസംഖ്യാനുപാതികമായ വളർച്ച കുറവായ സ്റ്റേറ്റുകൾ എന്നുള്ള നിലയ്ക്ക് ദക്ഷിണേന്ത്യയിൽ സീറ്റുകളുടെ എണ്ണം താരതമ്യേന കൂടുന്നത് കുറയാനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വലിയ രീതിയിൽ കൂടുക എന്ന് പറയുന്ന ഒരു ആശങ്കയാണ് ഈ കക്ഷികളെല്ലാം ഉന്നയിക്കുന്നത്. പക്ഷേ അന്നേരം BJP സർക്കാർ മുന്നോട്ട് വെച്ചൊരു വാദം എന്ന് പറഞ്ഞാൽ കേരളം അടങ്ങുന്ന സ്റ്റേറ്റിനൊക്കെ നിലവിലുള്ളതിൻ്റെ 50% സീറ്റ് വർദ്ധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞെങ്കിൽ പോലും അതും ഈ പറയുന്ന പ്രതിപക്ഷത്തുണ്ടായിരുന്ന യൂണിറ്റിയെ തകർക്കാൻ പര്യാപ്തമായില്ല. അങ്ങനെ ആ ബില്ല് തകർന്നു പോയി. പക്ഷേ ആ തിരിച്ചടിയിൽ നിന്ന് BJP എന്താ പറയുക ഒരു തിരിച്ചുവരവിനുള്ള ഒപ്പ് കൂട്ടുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഈ ലോക്സഭയിലേക്കാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഈ രാജ്യസഭയിലേക്ക് വന്നാലും വലിയ മാറ്റമൊന്നുമില്ല. BJP അവിടെയും ശക്തി ആർജിക്കുകയാണോ? രാജ്യസഭയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ലോക്സഭ പോലല്ല. രാജ്യസഭയിൽ കഴിഞ്ഞ AAP ഒരു അധികം കാലം ആയില്ല, നമുക്കറിയാം രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 7 MPമാർ 10 7 MPമാർ ഒറ്റയടിക്ക് മാറുന്നു. അവരും ഇതേപോലെ അയോഗ്യത എന്ന് പറയുന്ന ആ ഭീഷണി ഈ 7 പേര് ഒന്നിച്ച് മാറിയതോടെ അത് സേഫായി. അപ്പോൾ എന്തുകൊണ്ട് ആ 7 പേരുടെ വന്നപ്പോൾ തന്നെ 17 പേരുടെ മാത്രം ഷോർട്ടേജ് നിലവിൽ NDAക്ക് രാജ്യസഭയിലുള്ളൂ. ഏതിന് ഈ പറഞ്ഞ പോലെ 3/2 ഭൂരിപക്ഷത്തിനാണ് പറയുന്നത്. 17 അംഗങ്ങളുടെ ഷോർട്ടേജ് ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നത് 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്.
അതിൽ ഈ പറയുന്ന BJP-യുടെ സിറ്റിംഗ് കാലാവധി കഴിഞ്ഞതാണ് ബഹുഭൂരിപക്ഷം. എന്താ പോലും ഇന്നലെ നടന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് അവിടെ ജയിക്കാവുന്ന ഒരേ സീറ്റുണ്ട്, BJP-ക്ക് ബാക്കി ജയിക്കാവുന്ന 3 സീറ്റുണ്ട്. സ്വാഭാവികമായിട്ട് 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നെങ്കിൽ ഇവർക്ക് 4 പേർക്ക് ജയിച്ചു വരാം. BJP സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ 58 വോട്ട് വേണം. BJP-ക്ക് അവിടെ ജയിപ്പിക്കാൻ ആവശ്യമായ അത് കഴിഞ്ഞിട്ട് മിച്ചം 10 വോട്ടുണ്ട്. അവർക്ക് മിച്ചം 48 വോട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ 58 വോട്ട് വേണം. കോൺഗ്രസിനെ സംബന്ധിച്ച് 61 അവരുടെ അംഗബലം. അവർ ഈ BJP ഇവരെ ഏതെങ്കിലും രീതി സ്വാധീനിച്ചേക്കാമെന്ന് വെച്ച് MLA-മാരെയൊക്കെ കർണാടകത്തിലേക്കും ബാംഗ്ലൂരിലേക്കും മാറ്റാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് അവരുടെ നോമിനേഷൻ, അതായത് മീനാക്ഷി നടരാജൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തയായ നേതാവിൻ്റെ നോമിനേഷൻ വരെ തള്ളിപ്പോയി. ആ നോമിനേഷൻ തള്ളിപ്പോയതിൻ്റെ മാത്രമല്ല, അത് BJP-യുടെ ഒരു പൊളിറ്റിക്സ് ആണെന്ന് പറയുമ്പോഴും BJP അവിടെ ജയിക്കാവുന്ന സീറ്റ് കഴിഞ്ഞ് അഡീഷണൽ ഒരു സ്ഥാനാർത്ഥി അവരെ നിർത്തിയിരുന്നു എന്ന് ആലോചിക്കാം. ബാക്കി ഈ പറഞ്ഞ 10 സ്റ്റേറ്റിൽ ഒരിടത്തും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു സീറ്റിൽ അഡീഷണൽ സ്ഥാനാർത്ഥിയെ BJP നിർത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു അട്ടിമറിയിലൂടെ ആ സീറ്റും കൂടെ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ്. അതിന് ഇന്ന് BJP നേതാവ് കൈലാഷ് വിജയവർഗിയ പറഞ്ഞൊരു കാര്യം തന്നെ, ഞങ്ങൾക്ക് ഈ നോമിനേഷൻ തള്ളാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ അവരുടെ പേരിലുണ്ടായിരുന്നൊരു കേസിൻ്റെ വിവരം നോമിനേഷന് മറച്ചു വെച്ചെന്നുള്ളത്. ഈ കേസിൻ്റെ വിവരം ഞങ്ങൾക്ക് തന്നതും തെലങ്കാനയിൽ നിന്ന് തന്നെയാണ്, കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ രാഷ്ട്രീയ അടിവലികൾ നടക്കുന്നുള്ളതാണ്. അതിനൊരു ചെറിയ ആരോപണം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഒരു 2-3 സ്വപ്ന പദ്ധതിയെ അവിടുത്തെ തെലങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് ഈ മീനാക്ഷി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവരതിനെ എതിർത്തു, അതിനൊരു പണി കൊടുത്തതാണെന്നുള്ള ആക്ഷേപവും ഇങ്ങനെ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തുവേണ്ടിയും BJP വളരെ ഓപ്പണായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കേസിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടിയത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. എന്തുവേണ്ടി ഇന്നലെ ആ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയതോടി ഫലത്തിൽ ഇനി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കറക്റ്റ് ചെയ്യുമെന്നുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം എന്തുവേണ്ടി സാധാരണ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സീറ്റ് BJP-ക്ക് അവിടെ തന്നെ കൂടുതൽ കിട്ടി. അത്രത്തോളം ജാഗരൂകരായിട്ട് വർക്ക് ചെയ്യുന്നുള്ള. നമ്മൾ ഈ 17 എണ്ണത്തിന് ഷോർട്ടേജ് പറഞ്ഞാൽ ഈ രാഘവ് ചദ്ദയുടെ തന്നെ വേറൊരു തമാശയുണ്ട്. രാഘവ് ചദ്ദ 2022 രാജ്യസഭ വരുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആണ്. അപ്പോൾ എന്താ പറയുക, ഡൽഹി രാഷ്ട്രീയത്തിലെ കെജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്തൻ, അവരുടെ ഏറ്റവും ജനസ്വാധീനം നേടിയ പ്രോജക്റ്റിൻ്റെ എല്ലാം പിന്നണിയിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അന്ന് ഈ പറയുന്നത് രാജ്യസഭയിൽ വന്നതിന് ശേഷം അദ്ദേഹം അവതരിപ്പിച്ച ഏറ്റവും ശ്രദ്ധേയമായൊരു ബില്ല്, സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നിടത്തിൽ അവതരിപ്പിച്ച ബില്ലെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന കൂറുമാറ്റം തടയാനായിട്ട് നിലവിൽ 3/2 ഭൂരിപക്ഷം, 3/2 അംഗങ്ങളുടെ പിന്തുണ എന്നുള്ളത് മാറ്റി 4/3 ആക്കി കുറച്ചും കൂടെ ഈ ചട്ടം കർശനമാക്കണം. അതുപോലെ മറുകണ്ഠം ചാടുന്നയാളെ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ വിലക്കണം എന്ന് പറഞ്ഞ് അത്രയും എന്താ പറയുക, ഈ മറുകണ്ഠം ചാടുന്നതിനെ വിലക്കണമെന്ന് പറയുന്ന ആളാണ് 2-3 വർഷം കഴിഞ്ഞപ്പം നേരെ ഒരു മടിയും കൂടാതെ BJP പക്ഷത്ത് ചെയ്യുന്നത്. അതാണ് രാഷ്ട്രീയം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചാടുമോ എന്ന് ആലോചിക്കാൻ പോലും സമയം കൊടുക്കുന്നതിന് മുമ്പേ ആൾ ചാടി കഴിയാണ്. ആ രീതിയിൽ രാഷ്ട്രീയം മാറുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ട സമയത്ത് മോദി പറഞ്ഞത് ഒരു കാര്യം, പിന്മാറില്ല, ഞങ്ങൾ ലക്ഷ്യം നേടിയെടുക്കുമെന്ന്. 1.5 മാസമായിട്ടേ ഉള്ളൂ അത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് മോദിക്കോ അല്ലെങ്കിൽ BJP-ക്ക് എത്താനായതൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു പിടിപ്പുകേടായിട്ട് പറയാൻ പറ്റുമോ? അല്ല, അത് എന്താ വെച്ചാൽ BJP അതിന് ഏറ്റവും ഈ നമുക്കറിയാം, കേരളം, ബംഗാൾ, തമിഴ്നാട്, പോണ്ടിച്ചേരി 4 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പം BJP ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബംഗാളാണ്. കാരണം അവിടെ രാഷ്ട്രീയപരമായിട്ട് ആദ്യത്തെ ടീം മമത അവിടെ ജയിക്കുമെന്ന് പറഞ്ഞാൽ CPM-നെയും ഇടതുപക്ഷത്തിനെയും തകർത്തിട്ടുള്ള വരവായിരുന്നു. അവിടെ ഇടതുപക്ഷം തകർന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസ് പണ്ടേ വീക്കാം, അവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് അവിടെ ഓപ്പണായി കിട്ടി. അതിലേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ക്രമേണ വളർന്നു വന്നു. BJP പിന്നെ അവിടെ നേതാക്കളുടെ ഒരു നേതൃനിരയുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. ഈ TMC-ന്ന് തന്നെ മമത വളർത്തിക്കൊണ്ട് വന്ന സുവേന്ദു അധികാരി ആയാലും മുകുൾ റോയ് ആയാലും അങ്ങനെയുള്ള നേതാക്കളാണ് BJP-യുടെ ഫേസായിട്ട് ഓരോ ഘട്ടങ്ങളിൽ വന്നത്. ഒരു സുപ്രഭാതി അതേ മമതയെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ട് വന്നു. അവിടെ ഒരു ബംഗാൾ പോലെ ഒരു സ്റ്റേറ്റിലൊക്കെ ഭരണം കിട്ടിയാൽ എന്നറിയോ, കേരളം പോലെ ഒരു 5 വർഷം കഴിഞ്ഞാൽ തിരിച്ച് പ്രതിപക്ഷത്തിന് ഭരണം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തൊരു സ്റ്റേറ്റാണ്. കാരണം നമ്മളെപ്പോഴും കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടി മാറ്റി പരീക്ഷിക്കുക. അത് ആദ്യമായിട്ട് തെറ്റിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ ഭരണകാലത്ത്. ബംഗാളിൽ അങ്ങനെയല്ല. ആ വീഴ്ച മാത്രമല്ല, ഒരു 200 കടന്നുള്ളൊരു വിജയത്തിലേക്ക് 206 സീറ്റിലൊക്കെ BJP ജയിക്കുന്നൊരു വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറയുന്ന പ്രതിപക്ഷ ചേരിയിലുണ്ടായിരുന്ന ഇപ്പം തൃണമൂലിനെ സംബന്ധിച്ച് ഇനിയൊരു തിരിച്ചുവരവ് വെച്ചൊരു ബുദ്ധിമുട്ടാണ് എന്ന് കണ്ട് ഏറ്റവും ആദ്യമേ മുങ്ങുന്ന കപ്പലിൽ നിന്ന് അപ്പുറയിലേക്ക് ചാടുന്നവർക്ക് അവിടെ സേഫ് സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ പറയുന്നൊരു പദവിയില്ല എന്ന് പറയുന്നതല്ല. ഇപ്പോൾ ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും
സുഷ്മിത ദേവ് എന്ന് പറയുന്ന TMCയുടെ രാജ്യസഭ MP രാജിവെച്ച ദിവസം കൂടെയാണ്. അവരാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുള്ള ഒരാളായിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയായിരുന്ന നേതാവാണ്. പണ്ട് ആസാമിലെ കേന്ദ്രമന്ത്രിയായിരുന്ന സന്തോഷ് മോഹൻ ദേവിൻ്റെ മകൾ കൂടിയാണ്. അത്രയും കോൺഗ്രസിൻ്റെ ഒരു പോപ്പുലർ ഫേസായി നിന്നിടത്തുനിന്നാണ് അവർ കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് TMC ചെല്ലുന്നത്. അവരിന്ന് ഒരു സുപ്രഭാതത്തിൽ TMC ന്ന് ഞാൻ രാജിവെക്കുന്നു, ഇനി ആ TMCക്ക് ഫ്യൂച്ചറില്ല എന്ന് പറഞ്ഞിരുന്നു. നേരെ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന രംഗമാണ് കാണുന്നത്. അപ്പം അത്രയും പെട്ടെന്ന് രാഷ്ട്രീയ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഈ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചു പോയിട്ടുള്ള മമത കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം പ്രചരിക്കുന്ന വാർത്തകളൊക്കെ മമത കോൺഗ്രസിലേക്ക് വരും എന്ന തരത്തില്ല, ഉപാധ്യക്ഷ സ്ഥാനം വരെ മമതയ്ക്ക് കൊടുക്കുന്ന, അതിലൊക്കെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാവുമോ? അതിനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ സോണിയാഗാന്ധിയും മമതാ ബാനർജിയും നല്ല ടോക്കിംഗ് ടൈംസ് ഉള്ള നേതാക്കളാണ്. കാരണം എന്ന് വെച്ചാൽ അവർ നേരത്തെ കോൺഗ്രസിൻ്റെ UPA ചെയർപേഴ്സണായി സോണിയ ഇരുന്ന ആദ്യത്തെ ഒരു നമുക്കറിയാം 90കളുടെ ഒരു ഘട്ടത്തിൽ UPA കാലത്ത് മമതാ ബാനർജി കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. തൃണമൂൽ എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിപ്പോയത് തന്നെ ബംഗാളിലെ ഒരു പറ്റം കോൺഗ്രസ്സുകാരുമായിട്ടുള്ള അടിമൂത്തിട്ടാണ്. അവിടെ അധീർ രഞ്ജൻ ചൗധരി എന്നൊക്കെ പറയുന്ന മമതാ വിരുദ്ധരുടെ എതിർപ്പും അങ്ങനെയൊക്കെ വന്നിട്ടാണ് തൃണമൂൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. 28 വർഷമായിട്ട് ആ പാർട്ടി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് അവർ ആ പാർട്ടിയിൽ പിളർപ്പ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ തൃണമൂൽ എന്താ പറയുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുക. അതിലേറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും ഒടുവിൽ TMC ക്യാമ്പിൽ നിന്ന് BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്ന നേതാവ് സയോണി ഘോഷ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും തീപ്പൊരു യുവ നേതാവാണ്. അതായത് മമതയുടെ എന്താ പറയുക ഏറ്റവും വിശ്വസ്തയായി യുവ വിങ്ങിൻ്റെ നേതാവായി വരികയും പ്രതിപക്ഷത്തിനെ കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ലെവലിൽ വളർന്ന ഒരു നേതാവാണ് ഇന്നിപ്പോൾ മമതയെ കഴിഞ്ഞപ്പോൾ വന്നത്. അപ്പോൾ സയോണി ഘോഷ് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ മമത പ്രധാനമന്ത്രിയായി വരണം, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മമതയെ ഉയർത്തിക്കാട്ടണം നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന നേതാവാണ്. അത്രത്തോളം സ്റ്റാച്ചർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ത്യ സഖ്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ DMKയും അതുപോലെ SPയും മമതാ ബാനർജിയുടെ TMCയും അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 100 സീറ്റുള്ള കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷി മമതാ ബാനർജിയുടെ തൃണമൂൽ ആയിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു സ്വന്തം പാർട്ടി കൈവിട്ട് പോവുകയും വലിയൊരു തിരിച്ചടിയും കൂട്ടത്തിൽ നിന്നവരെല്ലാം കൈയൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം അവർ ഇനി ഫേസ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ വിഷയം എന്ന് വെച്ചാൽ അവരുടെ പാർട്ടി അസറ്റുകൾ ഇതിലൊക്കെ ആയിരിക്കും ക്രമേണ ബംഗാൾ സർക്കാർ പിടിമുറുക്കാനാണ്. അതുണ്ടാക്കാവുന്ന പ്രതിസന്ധി ചെറുതല്ല. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന അവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തിലറിയാം പല പാർട്ടി ഓഫീസുകളും എന്താ പറയുക നിന്ന നിപ്പിൽ തൃണമൂലിൻ്റെ ഓഫീസുകളായി മാറുക, അല്ലെങ്കിൽ മുഴുവൻ പിടിച്ചെടുക്കുക. ആ രീതിയിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയാണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർട്ടി അസറ്റും ഇതെല്ലാം കൂടെ പോവുകയും കേസുകളുടെ ഒരു പരമ്പര ഇനി അവരെ തേടി വരാം. അതാണ് അവർ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി. അവർ ഒരു പക്ഷേ സോണിയാഗാന്ധിയുടെ ആവശ്യപ്പെട്ടതും ആ കൂടിക്കാഴ്ചയുടെയും അത് സോണിയയോട് മാത്രമല്ല, അഭിഷേക് ബാനർജി പോയി രാഹുൽ ഗാന്ധിയും കണ്ടപ്പോൾ ഇവരെ ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർക്കൊരു നിയമ പോരാട്ടത്തിൻ്റെ ഒരു ദിനങ്ങളായി ഇനിയും വരിക. അതിലൊരു സപ്പോർട്ട് കിട്ടുക. കാരണം ഒരു പ്രതിഷേധമൊക്കെ വരുമ്പോഴത്തേനും നാഷണൽ ലെവലിൽ ഒരു പാർട്ടിയോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു ജനങ്ങളുടെ ഒരു ഐക്യദാർഢ്യമോടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ പുറത്തായിരിക്കും. അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ആ പാർട്ടിക്ക് മമതയ്ക്ക് ഇങ്ങനെയും തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം. ഇപ്പോൾ ഈ DMKയിലേക്ക് വന്നാൽ ഇന്ത്യ മുന്നണി വിട്ട DMK കഴിഞ്ഞ ദിവസം നേതാക്കൾ കെജ്രിവാളായിട്ടും അതേപോലെ തേജസ്വി യാദവ് ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു മൂന്നാം മുന്നണിയിലേക്കായിരിക്കുമോ DMK അതിനുള്ളൊരു ശ്രമം നടത്താനുള്ള സാധ്യതകൾ എങ്ങനെ വിലയിരുത്താം? അതിൽ മൂന്നാം മുന്നണി പ്രായോഗികമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞ ആളാരെന്ന് വെച്ചാൽ ഇതേ സ്റ്റാലിൻ തന്നെയാണ്. മുമ്പ് ഈ അതിൻ്റെ ഒരു ചരിത്രം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പഴയ തെലുങ്കാന രാഷ്ട്രസമിതി ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ റാവു 2 ടേം തെലുങ്കാന മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞപ്പോൾ മകനെ അവിടെ അധികാരം ഏൽപ്പിച്ചിട്ട് ഒരു പ്രധാനമന്ത്രി മോഹവുമായി ആ പാർട്ടിയുടെ പേര് TRS എന്ന് മാറ്റി BRS ആക്കി നാഷണൽ പാർട്ടിയായി നാഷണൽ ലെവലിൽ കോൺഗ്രസ് അടങ്ങുന്ന സഖ്യം അവരെ മാറ്റി നിർത്തി ഒരു മൂന്നാം മുന്നണി ഒന്ന് രൂപീകരിക്കാൻ വേണ്ടി പല ദിവസങ്ങളിൽ നാഷണൽ ലെവലിൽ കളിച്ചു നോക്കിയ ഒരാളാണ്. അന്ന് ഈ കെജ്രിവാളിനെയും ഇടതുപക്ഷ കക്ഷികൾ ഇവിടുന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം അവിടെ ഈ ചന്ദ്രശേഖർ റാവുവിനോടൊപ്പം പോയി വേദി പങ്കിടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ലെവലിൽ ശ്രമിച്ച ഒരു നേതാവായിരുന്നു ചന്ദ്രശേഖർ റാവു. അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം അവിടെ കോൺഗ്രസ് രേവന്ത് റെഡ്ഡിയുടെ അധികാരം പിടിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഞാൻ പാർട്ടിയെക്കുറിച്ച് കേൾക്കാത്തൊരവസ്ഥയിലെത്തി. ഇത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ DMKയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളുമായിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ BJPക്ക് ഒറ്റയ്ക്ക്
ഈ പറയുന്ന പോലെ ഒരു വളർച്ച കൈവരിക്കാൻ പറ്റുന്ന മണ്ണല്ല. അതുകൊണ്ടാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയവും അത് തമിഴ് സ്വത്തും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് BJPക്ക് അങ്ങനെ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത കിട്ടില്ല. അവർക്ക് ഏതെങ്കിലും ഒരു ഘടകകക്ഷി കിട്ടിയേ പറ്റുള്ളൂ. അത് വിജയിയുടെ നമുക്കറിയാം, വിജയിയെ ഘടകകക്ഷിയാക്കി കിട്ടാൻ BJP ആവുമെന്ന് നോക്കി, നടന്നില്ല. വിജയിക്കും അറിയാം അത് BJPയുടെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് വരും. അതുകൊണ്ട് തന്നെ എത്രയായാലും DMK അങ്ങനെ BJP പക്ഷത്തേക്ക് പോയി ചേരാനുള്ള സാധ്യത കുറവാണ്. ആകെ മുമ്പ് ജയലളിത ചെയ്തിരുന്ന പോലെ ചില എന്താ പറയുക പ്രത്യേക ബില്ല് വരിക അങ്ങനത്തെ. ഇപ്പം തന്നെ BJP നേതൃത്വം DMKയുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന 2 ബില്ലുകളുടെ കാര്യം വരുമ്പോൾ പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടു എന്ന് പറയുന്നത്. അത് കോൺഗ്രസിനോടുള്ള രോഷം കാണിക്കാനായി ചിലപ്പോൾ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ രാഷ്ട്രീയമാണ്, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മൂന്നാം മുന്നണി അത്ര എളുപ്പമല്ല. കാരണം ഇതിൽ പിന്നെ ചേരേണ്ട കക്ഷി എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ ഒപ്പം ചേരേണ്ടത് AAP ആണ്. AAP കെജ്രിവാളിന് ആ കേസിൽ നിന്ന് മുക്തനായി ഒരു എന്താ പറയുക ഒരു തിരിച്ചുവരവിനുള്ള ഒരു സ്വപ്നം കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ MP മാരുടെ ഒറ്റയടിക്കുള്ള ഈ കൂറുമാറ്റവും ഭരണമില്ല. ആകപ്പാടെ പഞ്ചാബിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും. മന്നിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു തുടർഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ. അതും കൂടി ഇല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് ഇതുപോലെ. കാരണം ഇതൊക്കെ എന്നുള്ള ഒരു ഒറ്റയാൾ ഫേസിൽ നിലനിന്ന് പോയൊരു പാർട്ടിയാണ്. അങ്ങനെ ഒരു സംഘടനയോ ചട്ടക്കൂടോ ഒന്നും ഉള്ളതല്ല. അപ്പോൾ പിന്നെ ഈ DMKക്ക് അങ്ങനെ ഒരു നാഷണൽ ലെവലിൽ കിട്ടുക എന്ന് പറയുന്നത് പിന്നെ SP ആണ് അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവിന് ഇന്ന് പ്രശ്നം അടുത്ത വർഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണ പോരാട്ടം എന്ന് മാറിയ ചതുഷ്കോണ പോരാട്ടത്തിലേക്കൊക്കെ പോയി വോട്ട് ഭിന്നിക്കുകയൊക്കെ ചെയ്തത് BJPക്ക് അഡ്വാൻറ്റേജ് ആയ ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസ് 1% വോട്ടാണെങ്കിൽ പോലും കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അഖിലേഷിനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം അടുത്ത വർഷം ഇലക്ഷൻ ആകുന്ന സാഹചര്യത്തിൽ നിലവിൽ അഖിലേഷ് യാദവ് കോൺഗ്രസിനെ കൈവെടിഞ്ഞ് DMKക്കൊപ്പം ചേരാനുള്ള സാധ്യത കുറവാണ്. പിന്നെയുള്ള ഒരാൾ തേജസ്വി യാദവാണ്. തേജസ്വി യാദവിനെ സംബന്ധിച്ചും കഴിഞ്ഞ തവണ ഇവർ ഒന്നിച്ച് മത്സരിച്ചിട്ടും അവരെ വീഴ്ത്താൻ പറ്റില്ല. ആകെ അവിടെ ഒരു മാറ്റം സംഭവിച്ചതും തേജസ്വിക്ക് ഒരു അഡ്വാൻറ്റേജ് വരാവുന്നു എന്ന് വെച്ചാൽ അവിടെ BJP മുഖ്യമന്ത്രി വരികയും നിതീഷ് കുമാർ അവിടുന്ന് മാറി രാജ്യസഭയിലേക്ക് പോയി എന്നുള്ളൊരു മാറ്റമാണ്. അത് ചിലപ്പോൾ 5 വർഷത്തോടെ അല്ലെങ്കിൽ 4 വർഷത്തോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ തേജസ്വിക്ക് ചിലപ്പോൾ ആ മുഖ്യമന്ത്രി കസേര എന്ന മോഹം ചിലപ്പോൾ നടന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പം DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയോടൊപ്പം കോൺഗ്രസിനെ കൈവിട്ട് ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ആകെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലൂടെ മത്സരിക്കാം എന്നുള്ളൊരു സാഹചര്യം. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നില്ല. പക്ഷേ ആകെ DMKക്ക് ഒരു സ്കോപ്പ് നിലവിൽ ഈ RJDയുടെ കാര്യത്തില്ല, സാധ്യത കുറവാണ്. ഈ മൂന്നാം മുന്നണി നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മമതയുടെ വീഴ്ച കണ്ടു, വേറെ കക്ഷികളില്ല. അതുതന്നെയാണ് രാഷ്ട്രീയം എപ്പോഴും അങ്ങനെയാണ്. ഒരു സ്പേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടെ നോക്കുന്നൊരു സമയം. ഇവിടെ അങ്ങനെയില്ല. സ്വന്തം നിലനിൽപ്പ് സേഫാക്കാനായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു ഘട്ടമാണ് പ്രതിപക്ഷത്ത് കാണുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അത് എളുപ്പമല്ല. മറുവശത്ത് BJP ഓരോ നമ്മൾ ക്രിക്കറ്റ് പറയുന്ന പോലെ വിക്കറ്റ് വീഴ്ത്തുക മാത്രമല്ല, അടുത്ത ബാറ്റ് ചെയ്യേണ്ടത് ആരാണെന്നും കൂടെ മുൻകൂട്ടി. അപ്പം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനി ടൈം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മന്ത്രിസഭാ പുനഃസംഘടനയാണ്. ഞെട്ടിക്കുന്ന ചില മന്ത്രിമാരൊക്കെ വരാം. ഈ പറയുന്ന പോലെ ഇടക്കാലത്ത് പാർട്ടി വിട്ടുപോയവർ ചില മന്ത്രിയാക്കി കഴിഞ്ഞാൽ മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിൽ എത്തിയവരെ മന്ത്രിയായി കഴിഞ്ഞാൽ ഇനി വരാൻ മോഹിക്കുന്നവർക്ക് ഒരു മികച്ച ഓഫർ വാഗ്ദാനം കൂടെയാണ്. രാഷ്ട്രീയം എന്തൊക്കെയാണ് അവരുടെ ഗെയിം പ്ലാൻ ഒന്നും അങ്ങനെ പെട്ടെന്ന് ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം. ഇപ്പം മമത ഏത് കാറ്റിലും കോളിലും പിടിച്ചു നിന്നൊരു പാർട്ടിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്ന ഒരാളാണ്. കാരണം ആ BJPയോട് അത്രയധികം പോരാടാൻ ശേഷി ഒരു പുലിയായി നിലനിന്ന ഒരാൾ നിന്ന് നിൽപ്പിൽ അവരുടെ ഒരു വീഴ്ച നമ്മൾ കണ്ടില്ലേ. രാഷ്ട്രീയം അങ്ങനെയാണ്. ഇപ്പം വരുന്ന പാർലമെൻറ്റ് അടുത്ത് തന്നെ വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ എന്തായാലും BJP ഒരിക്കൽ കൂടി വനിതാ സംവരണ ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ അതൊക്കെ അവതരിപ്പിക്കാനൊരു സാധ്യതയുണ്ട്. അത് 3-2 ഭൂരിപക്ഷത്തോടെ പാസ്സാക്കാനായാൽ പിന്നീട് ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പിന്നീട് ഒരു ചിത്രത്തിലെ ഇല്ലാതായിട്ട് മാറും. അപ്പോൾ എന്താ വെച്ചാൽ ഈ 2 ബില്ല് വളരെ ക്രൂഷ്യലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡല പുനരേകീകരണം 2011 സെൻസസ്, ഇപ്പോൾ സെൻസസിൻ്റെ നമ്മൾ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയായി വരണമെങ്കിൽ 1 വർഷം കൂടെ എടുക്കും. അപ്പോൾ അതിനോടകത്ത് ഈ പറയുന്ന ബില്ല് കൊണ്ടുവരികയും അത് പാസ്സാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2011 സെൻസസ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ BJP ആഗ്രഹിക്കുന്ന പദ്ധതികൾ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. അതൊന്ന്. പിന്നെ വനിതാ സംവരണവും അതേപോലെ തന്നെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാണ് 2029 തെരഞ്ഞെടുപ്പിന് ശേഷം അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. പിന്നെ ജിതേഷ് പറഞ്ഞ പോലെ ഇതിന് മുമ്പത്തെ നമ്മൾ കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ കാലഘട്ടം എടുത്തു നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ലോക്സഭയിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയും രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കിയെടുക്കൽ വലിയ വെല്ലുവിളിയായിരുന്നു. അത് UPA കാലത്താണെങ്കിൽ പോലും മറ്റ് പുറത്ത് നിൽക്കുന്ന കക്ഷികളുടെ പിന്തുണ വേണ്ടി വന്നു. NDA ആദ്യകാലത്ത് ഭരിച്ചപ്പോഴതായാലും ശരി, മോദി സർക്കാരിൻ്റെ 1-2 പീരീഡിലും ഇതെല്ലാം കണ്ട. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യസഭയിൽ വളരെ സേഫാണ് NDA എന്ന് പറഞ്ഞാൽ. കാരണം കഷ്ടിച്ചൊരു 10-17 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ.
അത് ഈ പറയുന്ന പോലെ തൃണമൂലിൽ നിന്ന് 13 MP-മാരുണ്ട്. അതിൽ 2 പേര് 2 ദിവസം കൊണ്ട് രാജിവെച്ച് കഴിഞ്ഞു. ഇനി എത്ര പേര് ആ പാർട്ടി നിലനിൽക്കുമെന്ന് അറിയത്തില്ല. ഇവരെല്ലാം വീണ്ടും BJP ജയിച്ച് വരിക. ഇനിയിപ്പോൾ നാളെ DMKക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവിൻ്റെ പാർട്ടിയിൽ 17 അംഗബലം ഒപ്പിക്കാൻ ഏറ്റവും എളുപ്പം, എന്താ പറയുക, ഈ പറയുന്ന അടുത്ത ആഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ BJPക്ക് ഒറ്റയ്ക്ക് രാജ്യസഭ ഭൂരിപക്ഷം കിട്ടുന്ന ദിവസം കൂടി ആയിരിക്കും. കാരണം ഏകദേശം ഒരു 10 സീറ്റിൻ്റെ കുറവെങ്ങാണ്ടേ വരുള്ളൂ. അത് ഒരാഴ്ചക്കുള്ളിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളും രാജ്യസഭയിലെ 24 സീറ്റിൻ്റെ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുന്നത്. അപ്പോൾ രാജ്യസഭയിൽ BJP 3/2 ഭൂരിപക്ഷം ഒരു 2 മാസത്തിനുള്ളിൽ സേഫായിട്ടുണ്ടാകും. ലോക്സഭയിലേക്ക് അത് എത്ര പെട്ടെന്ന് അവർ എത്തിക്കുമോ, അതിനുള്ള ശ്രമം വിജയം കാണുമോ എന്നനുസരിച്ചിരിക്കും ഈ 2 ബില്ലുകളുടെ ഭാവി. ഇത് 2 ഉറപ്പായി കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം ഈ 2 ബില്ലും പാർലമെൻറ്റിലേക്ക് എത്തുകയും അത് പാസ്സാകുകയും ചെയ്യുന്നതാണ്. പിന്നെ പ്രതിപക്ഷം ഇപ്പോൾ എന്താ പറയുക, അവരുടെ ഒരു ആശങ്ക അതേപോലെയല്ല, അത് ഇരട്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.